ഹലോ നമസ്കാരം. വീണ്ടും ഒരു ഉഡായിപ്പായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് പിണറായിയും കൂട്ടരും. എന്താണ് ഉഡായിപ്പെന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല, ഹൗസ് വിസിറ്റിംഗ് പണ്ട് ഒരിക്കൽ നടത്തിയതാണ് എന്നാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. 2019 എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻപിച്ച പരാജയം അവരെ കണ്ണ് തുറപ്പിച്ചു. ശബരിമലയിലെ ആചാര ലംഘനത്തിൻ്റെ പേരിൽ ജനങ്ങൾ നല്ല രീതിയിലുള്ള ശിക്ഷയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. മത്സരിച്ച എല്ലാ സീറ്റുകളിലും പരാജയപ്പെടുത്തി ഒരു സീറ്റ് മാത്രം, ബാക്കി എല്ലാത്തിലും UDF വിജയിപ്പിച്ചു. സമാനമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF വൻപിച്ച മുന്നേറ്റം നടത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന നിലമ്പൂർ അടക്കം പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ UDF നേടാത്തിൽ വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധാരണ UDF കിട്ടാറില്ല. ഇന്ന് 500-ലധികം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണതലത്തിലെത്തി. അതുപോലെ ജില്ലാ പഞ്ചായത്തും ആദ്യമായിട്ടാണ് 7 ജില്ലാ പഞ്ചായത്തുകളിൽ UDF ഭരണം കെടുക്കുന്നത്. അതുപോലെ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം LDF വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പഴയതുപോലെ ഒരു ഹൗസ് വിസിറ്റിംഗ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇന്നു മുതൽ സഖാവ് ബേബിയും സഖാവ് ഗോവിന്ദനുമൊക്കെ കേരളത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും കയറിയിറങ്ങി തങ്ങളുടെ വീഴ്ചകളെ പറ്റി പറയുണ്ടായി. പ്രിയമുള്ളവരെ, അത് ശ്രദ്ധിക്കരുത്. കാരണം പണ്ട് ഇവരെ നമ്മളെ വഞ്ചിച്ചവരാണ്. 2019 അവർ ആചാരലംഘനമാണ് ശബരിമലയെ നടത്തിയതെങ്കിൽ ഇന്ന് ശബരിമല കൊള്ളയടിക്കുകയാണ്. ജനങ്ങളെ കൊള്ളയടിച്ച് മതിവരാതെ വിശ്വാസികളുടെ വിശ്വാസകേന്ദ്രമായ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു പതിവ് കാഴ്ച ഈ ദുർഭരണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവർക്ക് മാപ്പില്ല. ഇനിയൊരു ദുർഭരണം കേരളത്തെ മറ്റൊരു ബംഗാളായി മാറ്റാൻ നാം അനുവദിച്ചുകൂടാ. ഇവരെ കടക്ക് പുറത്തു നിന്ന് തന്നെ പറയണം. പിണറായി വിജയൻ ഉപയോഗിച്ച വാക്ക് തന്നെ പിണറായിക്കെതിരെ ഉപയോഗിക്കാൻ നമുക്ക് ലഭിക്കുന്ന അസുലഭ മുഹൂർത്തമാണ്